ഹായ് മക്കളുമാരെല്ലാവരും ഓടി വാ, നമുക്കിന്ന് ഇച്ചിരി ഇലയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ റേഷൻ കടയിലെ ആട്ടയാണിത്. നല്ല മയമുള്ള ആട്ടയാണ്. ഇത് വെച്ചാണ് ഞാൻ ഇലയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിതൊന്ന് കുഴച്ച് വെക്കാം. അതിനു മുമ്പ് അതിനകത്തോട്ട് നമുക്ക് ഒരു സ്പൂണ് ജീരകപ്പൊടി ഇട്ട് കൊടുക്കാം. അതിന് പകരം ഏലക്കാപ്പൊടി ആയാലും ഇട്ട് കൊടുക്കാം. ഒരു സ്പൂണ്, ഒരു 1.5 സ്പൂണ് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. കുഴച്ചിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ കൂടിപ്പോയാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം നമ്മൾ വട്ടയിലക്കകത്താണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു ശകലം വെളിച്ചെണ്ണയും കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കണം. കാരണം ഒഴിച്ചു കൊടുത്താൽ ഈ വട്ടയിലക്കകത്ത് ഒട്ടിപ്പിടിക്കത്തില്ല. വാഴയിലക്കകത്താണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് ഇളകി വരും. പിന്നെ നമ്മൾ എപ്പോഴായാലും ഇലയപ്പം ഉണ്ടാക്കുന്നെങ്കിൽ വട്ടയിലക്കകത്ത് തന്നെ ഉണ്ടാക്കണം. ഇപ്പോഴാണ് എല്ലാവരും വാഴയിലക്കകത്ത് ഉണ്ടാക്കുന്നത്. പണ്ടൊക്കെ വട്ടയില എവിടെ നിൽക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി പിച്ചിക്കൊണ്ട് വന്ന് ഇലയപ്പം ഉണ്ടാക്കും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കിയേ. വാഴയിലക്കകത്തും വട്ടയിലക്കകത്തും കൂടെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കേ. വട്ടയിലക്കകത്ത് ഉണ്ടാക്കിയ ഇലയപ്പം നമ്മൾ മൂടി അങ്ങോട്ട് തുറക്കുമ്പോഴത്തേക്ക് നല്ലൊരു മണവും സ്മെല്ലുമാണ് വരുന്നത്. അതേസമയം വാഴയിലക്കകത്താണെങ്കിൽ അതൊന്നും ഉണ്ടാകത്തില്ല. കാരണം എപ്പോഴും ഗുണകരമായ ഇല വട്ടയില തന്നെയാണ്. അത് ശകലം ഉള്ളിൽ പോയാലും കുഴപ്പങ്ങളൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് ഗോതമ്പ് പൊടിയൊന്ന് കുഴച്ച് വെക്കാം. ഒരുപാട് വെള്ളം കൂടി പോകരുത്. കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. കൂടിപ്പോയാൽ ഇത് മാവ് അരിഞ്ഞ് വരുമ്പോൾ പിന്നെ പരത്തിയെടുക്കാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണം. ഞാനിതിനകത്ത് വെള്ളം കുറച്ച് ഒഴിച്ചിട്ടാണ് പൊടി ഇടുന്നത്. കാരണം അടിക്ക് അല്ലെങ്കിൽ പറ്റി പിടിച്ചിരിക്കും. വെള്ളവും ഉപ്പും ജീരപ്പൊടിയും ഒഴിച്ചതിന് ശേഷം പൊടി ഇടണം. അപ്പോൾ അടിക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ കുഴച്ചെടുക്കണം. നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. അങ്ങനെ ഞാൻ പൊടിയെല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഈ പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. ഇത് ഒരു 10-15 മിനിറ്റ് ഇരിക്കുമ്പോൾ ഇതൊന്നും കൂടെ അയയും. അപ്പം നല്ല മയത്തിൽ നമുക്ക് ഇലയപ്പം ചുട്ടെടുക്കാൻ പറ്റും. ഞാൻ എൻ്റെ കടയിലേക്ക് ഉണ്ടാക്കുന്ന ഇലയപ്പമാണ്. അതുകൊണ്ട് ഇതിനെപ്പറ്റി നല്ല വൃത്തിക്ക് അറിയാവുന്നത് കൊണ്ടാണ് പറഞ്ഞു തരുന്നത്. ഇത് ഒരു 10-15 അല്ല, എത്ര മിനിറ്റ് കൂടുതൽ ഇരുന്നാലും അത്രയും ഈ മാവ് അരിഞ്ഞ് കിട്ടും. നമുക്ക് നല്ല സ്പോഞ്ച് പോലത്തെ ഇലയപ്പം ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇതുണ്ട്, ഈ പരുവത്തിൽ എല്ലാവരും കുഴച്ചെടുക്കണം. ഇതൊരു 10-15 മിനിറ്റ് ഇതിരിക്കട്ടെ. നമുക്കിതൊന്ന് മൂടി വെക്കാം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് മൂടി വെക്കുവാണ്. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിതൊന്ന് ഉണ്ടാക്കാം. മാവെല്ലാം 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കുഴച്ച് വെച്ചതിന് ശേഷം. കണ്ടോ, ആ മാവെല്ലാം നല്ല വൃത്തിക്ക് അരിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നമ്മൾ പരത്താൻ എടുക്കുമ്പോൾ ഇതുപോലെ നല്ല സ്പോഞ്ച് പോലെ നല്ല മയത്തിൽ നമുക്ക് ഇലയപ്പം ഉണ്ടാക്കാം. ഇതെല്ലാം ഇനി നമുക്കൊന്ന് ചുറ്റാം. അതിന് വേണ്ടി ഞാൻ തേങ്ങായും ശർക്കരയും അവലും കൂടെ എടുത്തേക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ തേങ്ങായും ശർക്കരയും മാത്രമാണ് വെച്ച് ചെയ്യുന്നത്. ഇപ്പോൾ തേങ്ങയ്ക്ക് ഭയങ്കര വിലയല്ലയോ. അപ്പോൾ അതുകൊണ്ട് അവലും കൂടെ ഉണ്ടാക്കുന്നത്. തേങ്ങായും ശർക്കരയും അവലും കൂടാണ് ഇത്. എന്തുവായാലും എല്ലാം നല്ലതുപോലെ തേങ്ങായും ശർക്കരയും ഇലയപ്പത്തിനകത്ത് വെച്ചാലേ ഇലയപ്പത്തിന് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നല്ലതുപോലെ വെക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. ഒരുപാട് കട്ടിയിൽ പരത്തരുത്, കനം കുറച്ച് പരത്തണം. എന്നെങ്കിലേ ഇലയപ്പം സുമാറാകത്തുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര കട്ടി തോന്നും. ശർക്കരയും തേങ്ങയും അവലും ഒക്കെ, തേങ്ങയും ശർക്കരയും തന്നെ ആയാലും അവലായാലും എല്ലാം നല്ലതുപോലെ വെക്കണം. ചെറുതായാലും വലുതായാലും, എങ്കിലേ ഇലയപ്പം നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഞാനിപ്പോൾ വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. വട്ടയില വെച്ചാൻ പോകാൻ പറ്റിയില്ല. കുറച്ച് നേരത്തെ ഇരിപ്പുണ്ടായിരുന്നു. ഉണ്ട്, പെട്ടെന്ന് നമുക്ക് പരത്തിയെടുക്കാം. ഇതുപോലെ ശർക്കരയും ഒക്കെ വെക്കണം. എന്നിട്ട് ഇതുപോലെ തന്നെ ഇങ്ങനെ മടക്കി വെച്ചാൽ മതി. ഇങ്ങനെ മൊത്തം ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ഇലയപ്പം എല്ലാം പരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടപ്പയിലോട്ട് വെക്കാം.
വെള്ളം അടപ്പ വെച്ച് ആവിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിനകത്തോട്ടൊന്ന് ഇറക്കി വെക്കാം. എല്ലാം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു അരമണിക്കൂറോളം ഇതൊന്ന് വേവണം. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. അങ്ങനെ നമ്മുടെ ഇലയപ്പം വെന്ത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീയൊന്ന് കെടുത്തി വെക്കാം. ഇലയപ്പം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. കണ്ടോ, നമ്മുടെ ഇലയപ്പം നല്ല മയമുള്ള സ്പോഞ്ച് പോലത്തെ ഇലയപ്പം. എല്ലാവരും അറിയാൻ വയ്യാത്ത മക്കളുമാരെല്ലാം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നോക്കി ഇഷ്ടപ്പെട്ടാൽ അമ്മയ്ക്ക് അഭിപ്രായം പറയണം, ഒരു ലൈക്ക് അടിക്കണം, മറക്കല്ലേ. അടുത്ത വീഡിയോ ആയിട്ട് അമ്മ ഉടനെ എത്താൻ നോക്കാം. ബൈ.